നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓം ബിർളയെ സ്പീക്കർ ചേംബറിലേക്ക് ആനയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും. ഡൽഹി മദ്യനയ കേസ് കേജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി CBI. നികുതി വർധനയ്ക്കെതിരെ പ്രക്ഷോഭം. കെനിയയിൽ പാർലമെന്റിൽ തീയിട്ട് ജനക്കൂട്ടം. ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം. അന്താരാഷ്ട്ര അവാർഡ് തിളക്കത്തിൽ കെയ്റോസ് മീഡിയയും. ICC 2020 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ നാളെ. വാർത്തകൾ വിശദമായി. 18ാം ലോക്സഭയുടെ സ്പീക്കറായി ഓം ബിർളയെ തെരഞ്ഞെടുത്തു. ശബ്ദ വോട്ടോടുകൂടിയാണ് ഓം ബിർളയെ സ്പീക്കറായി തെരഞ്ഞെടുത്തത്. ഓം ബിർളയെ സ്പീക്കറായി തെരഞ്ഞെടുക്കണമെന്ന പ്രമേയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുകയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രമേയത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. പിന്നാലെ NDA സഖ്യകക്ഷികൾ പിന്തുണച്ചു. പ്രതിപക്ഷത്തു നിന്ന് കോൺഗ്രസ് MP കൊടിക്കുന്നിൽ സുരേഷാണ് മത്സരിച്ചത്. കൊടിക്കുന്നിലിന് തൃണമൂൽ പിന്തുണ നൽകിയപ്പോൾ ഓം ബിർളയ്ക്ക് YSR കോൺഗ്രസ് പിന്തുണ നൽകി. തുടർച്ചയായി രണ്ടാം തവണയാണ് ഓം ബിർള സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ചേർന്നാണ് പുതിയ സ്പീക്കറെ ചേംബറിലേക്ക് ആനയിച്ചത്. പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓം ബിർളയെ അഭിനന്ദിച്ചു. ഓം ബിർള സ്പീക്കറായത് സഭയുടെ ഭാഗ്യമെന്ന് മോദി പറഞ്ഞു. നവാഗത MPമാർക്ക് ഓം ബിർള പ്രചോദനമാണെന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. രണ്ടാം തവണ സ്പീക്കറാകുന്ന രണ്ടാമത്തെയാളാണ് ഓം ബിർള. നേരത്തെ ബൽറാം ജാക്കറാണ് 2 തവണ ലോക്സഭാ സ്പീക്കറായിരുന്നത്. രാജസ്ഥാനിലെ കോട്ടയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചാണ് ഓം ബിർള ലോക്സഭയിലെത്തുന്നത്. ഇത് തുടർച്ചയായി 3ാം തവണയാണ് അദ്ദേഹം ലോക്സഭയിലെത്തുന്നത്. 17ാം ലോക്സഭയിൽ 146 MPമാരെ സസ്പെൻഡ് ചെയ്ത ഓം ബിർളയുടെ നടപടി വിവാദമായിരുന്നു. പ്രതിപക്ഷത്തെ പരിഗണിക്കുന്നില്ലെന്ന ആക്ഷേപം അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിൽ ഉറപ്പു ലഭിക്കാത്തതിനാലാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർളയ്ക്കെതിരായി മത്സരിക്കാൻ ഇന്ത്യ മുന്നണി തീരുമാനിച്ചത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആകെ 2 പ്രാവശ്യം മാത്രമാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടന്നത്. അവസാനമായി മത്സരം നടന്നത് 1976 അടിയന്തരാവസ്ഥ സമയത്താണ്. വർഷങ്ങൾക്ക് ശേഷം 18ാമത് ലോക്സഭയിലാണ് 3ാമതൊരു മത്സരം നടക്കുന്നത്. നേരത്തെ മത്സരം ഒഴിവാക്കണമെന്നും ഓം ബിർളയെ പിന്തുണയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് രാജ്നാഥ് സിംഗ് ഇന്ത്യ സഖ്യ നേതാക്കളെ കണ്ടിരുന്നു. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവെന്ന് ഇന്ത്യ സഖ്യ യോഗത്തിൽ തീരുമാനമായി. രാഹുലിനെ പ്രതിപക്ഷ നേതാവായി നിയമിക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധി പ്രോട്ടേം സ്പീക്കർക്ക് കത്തു നൽകി. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമെന്ന് ആവശ്യപ്പെട്ട് പ്രവർത്തക സമിതിയും ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയിരുന്നു. Speaker sir, I'd like to congratulate you for your successful election. For the second time that you have been elected, I'd like to congratulate you on behalf of the entire opposition, on behalf of the India Alliance. Speaker sir, this House represents the voice of India's people. And you, Speaker sir, are the final arbiter of that voice. Of course, the government has political power, but the opposition also represents the voice of India's people. And this time, the opposition represents significantly more voice of the Indian people than it did last time. Speaker sir, the opposition would like to assist you in doing your work. We would like the House to function often and well. Speaker sir, it is very important that cooperation happens on the basis of trust. It is very important that the voice of the opposition is allowed to be represented in this House. പ്രതിപക്ഷ നേതാവായില്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളേൽക്കാൻ രാഹുൽ വിമുഖത കാട്ടുന്നുവെന്ന ആക്ഷേപം ശക്തമാകുമെന്നായിരുന്നു പാർട്ടിയുടെ വിലയിരുത്തൽ. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ നടത്തുന്ന ഇടപെടലുകൾ രാഹുലിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നും ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾക്കിടയിലും സ്വീകാര്യത വർദ്ധിക്കുമെന്നും മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഇതോടെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ രാഹുൽ തയ്യാറാവുകയായിരുന്നു. ഭാരത് ജോഡോ യാത്രയിൽ ജനങ്ങളുമായി അടുത്തിടപഴകി ആവശ്യങ്ങൾ മനസ്സിലാക്കിയ രാഹുൽ അക്കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളാക്കിയത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാനും അതിനായി പോരാടാനും രാഹുൽ മുന്നിലുണ്ടാകണമെന്നും കോൺഗ്രസ് നേതൃത്വം നിലപാടെടുത്തു.
കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ശക്തമായ തിരിച്ചുവരവ് നടത്താൻ കഴിഞ്ഞതിന്റെ മുന്നണി പോരാളി എന്ന വിശേഷണത്തോടെയാണ് രാഹുൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത്. 2019 തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പാർട്ടി പ്രസിഡന്റ് പദം രാഹുൽ ഒഴിഞ്ഞിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിലാണ് രാഹുൽ ഗാന്ധി മത്സരിച്ചത്, റായ്ബറേലിയിലും വയനാട്ടിലും. വടക്കേ ഇന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വയനാട് മണ്ഡലം ഒഴിയുകയായിരുന്നു രാഹുൽ ഗാന്ധി. സഭയിൽ സഹകരണം പ്രധാനമാണെന്നും അതിന് വിശ്വാസം സുപ്രധാനമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. നന്നായി സഭ നടത്തിക്കൊണ്ടു പോകുന്നു എന്നതിനേക്കാൾ പ്രധാനം ജനത്തിന്റെ ശബ്ദം പ്രതിപക്ഷത്തിലൂടെ വ്യക്തമാക്കാൻ അനുവദിക്കുന്നു എന്നതാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആ ശബ്ദത്തെ അടിച്ചമർത്തുകയെന്നത് ജനാധിപത്യ വിരുദ്ധമായ ആശയമാണെന്നും ഭരണഘടനയെ സംരക്ഷിക്കുകയെന്ന കർത്തവ്യം സ്പീക്കർ നിർവഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. അങ്കമാലി എരുമേലി ശബരി പദ്ധതി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി മന്ത്രി വി അബ്ദുറഹ്മാൻ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്തയച്ചു. അങ്കമാലി എരുമേലി ശബരിപാത കേരളത്തിന്റെ 3ാം റെയിൽ ഇടനാഴിയായി മാറ്റാൻ കഴിയുന്ന പദ്ധതിയാണ്. ചെങ്ങന്നൂർ പമ്പ റെയിൽപാത വനമേഖലയിലൂടെ 19 കിലോമീറ്റർ സഞ്ചരിക്കാതെ പമ്പയിലെത്തില്ല. വനം മന്ത്രാലയത്തിന്റെ അനുമതി ഇതിന് ആവശ്യമാണ്. അങ്കമാലി എരുമേലി പാത ആദ്യം പമ്പയിലേക്ക് തന്നെയാണ് റെയിൽവേ ശുപാർശ ചെയ്തിരുന്നത്. വനം മന്ത്രാലയത്തിന്റെ എതിർപ്പ് മൂലം എരുമേലി വരെയാക്കിയതാണ്. വനം മന്ത്രാലയം അനുമതി നൽകിയാൽ ഈ പാതയും പമ്പ വരെ നീട്ടാം. ശബരിപാതയുടെ അലൈൻമെന്റ് കേരള സർക്കാർ അംഗീകരിച്ചതാണ്. അങ്കമാലി മുതൽ രാമപുരം വരെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങിയതാണ്. അങ്കമാലി പമ്പ 145 കിലോമീറ്ററും അങ്കമാലി പമ്പ വഴി 201 കിലോമീറ്ററുമാണ്. 56 കിലോമീറ്റർ തീർത്ഥാടകർ അധികമായി സഞ്ചരിക്കണം. ശബരിമല തീർത്ഥാടകരിൽ ഏറിയ പങ്കും പാലക്കാട് വഴി യാത്ര ചെയ്യുന്നതിനാൽ അങ്കമാലി എരുമേലി പാതയ്ക്കാണ് മുൻഗണന നൽകേണ്ടത്. ചെങ്ങന്നൂർ പമ്പ പാത ശബരിമല തീർത്ഥാടകർക്ക് ഏറെ പ്രാധാന്യമുള്ള എരുമേലിയിലെത്തില്ല. ചെങ്ങന്നൂർ പാത പമ്പയിൽ അവസാനിക്കുന്നതിനാൽ ശബരിമല തീർത്ഥാടന കാലയളവിൽ മാത്രമാണ് യാത്രക്കാരുണ്ടാവുക. ഇടയ്ക്ക് വലിയ പട്ടണങ്ങളോ വാണിജ്യ കേന്ദ്രങ്ങളോ ഇല്ല. അങ്കമാലി എരുമേലി ശബരിപാത കേരളത്തിന്റെ 3ാം റെയിൽ ഇടനാഴിയായി മാറ്റാൻ കഴിയുന്ന പദ്ധതിയാണ്. എരുമേലിയിൽ നിന്ന് പുനലൂരിലേക്കും അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കും പാത നീട്ടാൻ കഴിയും. ഇതുവഴി തമിഴ്നാട്ടിലേക്കും വിഴിഞ്ഞം തുറമുഖത്തേക്കും റെയിൽ കണക്ടിവിറ്റി ലഭിക്കും. 1997-98 കാലയളവിൽ പ്രഖ്യാപിച്ച ശബരി പദ്ധതി നടപ്പാക്കാത്തതുമൂലം ഭൂവുടമകൾ 25 വർഷമായി കഷ്ടപ്പെടുകയാണ്. 50,000 ജനസംഖ്യയുള്ള പട്ടണമാണ് തൊടുപുഴ. ശബരിപാത തൊടുപുഴയെയും ഇടുക്കി ജില്ലയെയും രാജ്യത്തെ റെയിൽവേ ഭൂപടത്തിലെത്തിക്കും. ചെങ്ങന്നൂർ പമ്പ പാതയ്ക്ക് ചെലവ് ഏകദേശം 9,000 കോടി രൂപയും അങ്കമാലി എരുമേലി ശബരി പാതയ്ക്ക് 3,810 കോടി രൂപയുമാണ് പുതിയ എസ്റ്റിമേറ്റ് പ്രകാരമുള്ള ചെലവ്. ശബരി പാത 14 പട്ടണങ്ങളിൽ റെയിൽവേ സ്റ്റേഷനുകൾ ലഭ്യമാക്കും. ശബരി പദ്ധതി മരവിപ്പിച്ച തീരുമാനം പിൻവലിച്ച് പദ്ധതി നടപ്പാക്കാൻ കേന്ദ്രം തയ്യാറാകണമെന്ന് മന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിനെ CBI അറസ്റ്റ് ചെയ്തു. കേജ്രിവാളിനെ ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയ CBI അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിടണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. കോടതി മുറിയിൽ ചോദ്യം ചെയ്യാൻ അനുമതി നൽകിയ കോടതി അറസ്റ്റിലേക്ക് നയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ചു. തുടർന്നാണ് അറസ്റ്റ് ചെയ്യാൻ അനുമതി നൽകിയത്. മദ്യനയ കേസിൽ കേജ്രിവാളിന് ജാമ്യം നൽകിയ റൌസ് അവന്യൂ കോടതി ഉത്തരവ് ഇന്നലെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. വിചാരണ കോടതി കേസ് സംബന്ധിച്ച കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കിയില്ലെന്നാണ് വ്യക്തമാകുന്നതെന്ന് ഹൈക്കോടതി വിമർശിച്ചു. ജാമ്യം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് ഹൈക്കോടതി ഉത്തരവ്. കേസിൽ വാദത്തിനാവശ്യമായ സമയം ഇഡിക്ക് നൽകിയില്ല. വിചാരണ കോടതിയുടെ വിധിയിൽ ധാരാളം പാഴ്ചകളുണ്ടെന്നും ഹൈക്കോടതി പറഞ്ഞു. വിചാരണ കോടതി ഉത്തരവിലെ ചില നിരീക്ഷണങ്ങൾ ശരിയല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇഡി നൽകിയ തെളിവുകൾ പരിഗണിക്കാതെയാണ് വിചാരണ കോടതി തീരുമാനമെടുത്തെന്നും ഹൈക്കോടതി വിമർശിച്ചു. PMLA നിയമത്തിലെ വ്യവസ്ഥ പൂർണ്ണമായി പാലിച്ചോ എന്നതിലും ജസ്റ്റിസ് സുധീർ കുമാർ ജെയിൻ സംശയം ഉന്നയിച്ചു. ഹൈക്കോടതി സ്റ്റേ നൽകിയ സാഹചര്യത്തിൽ ഇഡിയുടെ അപേക്ഷയിൽ വീണ്ടും വാദം തുടരും. ജൂൺ 20-നാണ് റൌസ് അവന്യൂ കോടതിയിലെ അവധിക്കാല ജഡ്ജി കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. എന്നാൽ തൊട്ടടുത്ത ദിവസം ഇഡി നൽകിയ അപേക്ഷയിൽ ജാമ്യം നൽകുന്നത് ഹൈക്കോടതി തൽക്കാലത്തേക്ക് തടഞ്ഞു. ഇതിനെതിരെ കേജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ 2-അംഗ സമിതിയെ നിയോഗിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറും മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുമാണ് സമിതി അംഗങ്ങൾ. ജൂലൈ 5-നകം റിപ്പോർട്ട് നൽകണം. പ്രതിസന്ധി പരിഹരിക്കാൻ താൽക്കാലിക ബാച്ച് അനുവദിക്കാനും യോഗം തീരുമാനിച്ചു.
+1 സീറ്റ് പ്രതിസന്ധിയിൽ ബാച്ച് വർധനയെന്ന ആവശ്യം സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കും. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളടക്കം പ്രതിഷേധവുമായി എത്തിയതോടെയാണ് പ്രശ്നപരിഹാരത്തിനായി മന്ത്രി യോഗം വിളിച്ചത്. കുറവുള്ള സീറ്റുകളുടെ എണ്ണം സപ്ലിമെന്ററി അലോട്ട്മെന്റോടെ പരിഹരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സീറ്റ് പ്രതിസന്ധിയുള്ള മലപ്പുറം ജില്ലയിലെ 7 താലൂക്കുകളിൽ സയൻസ് ബാച്ച് അധികമുണ്ട്. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സീറ്റുകൾ കുറവാണ്. സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷ ക്ഷണിക്കുന്നത് ജൂലൈ 2 മുതൽ 5 വരെയാണ്. 8-ാം തീയതിയാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ്. സീറ്റിന്റെ കുറവ് നികത്താൻ അധിക ബാച്ച് അനുവദിക്കണമെന്ന് വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ടതായി മന്ത്രി പറഞ്ഞു. അലോട്ട്മെന്റ് താലൂക്ക് അടിസ്ഥാനത്തിൽ നടത്താൻ കഴിയുമോ എന്നും പരിശോധിക്കും. എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉറപ്പാക്കും. ക്ലാസ് നഷ്ടമായ വിദ്യാർത്ഥികൾക്ക് ബ്രിഡ്ജ് ക്ലാസ് നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ച ഫലപ്രദമായിരുന്നുവെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ പറഞ്ഞു. 7478 സീറ്റുകളുടെ കുറവാണുള്ളതെന്നും ആവശ്യമെങ്കിൽ അധിക താൽക്കാലിക ബാച്ച് അനുവദിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. അധിക ബാച്ച് സർക്കാർ മേഖലയിൽ മാത്രമേ അനുവദിക്കാൻ പാടുള്ളൂവെന്ന് SFI ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് മന്ത്രി അംഗീകരിച്ചെന്നും ആർഷോ പറഞ്ഞു. സീറ്റ് കുറവുണ്ടെന്ന് സർക്കാർ സമ്മതിച്ചത് സ്വാഗതാർഹമാണെന്നും KSU വ്യക്തമാക്കി. സീറ്റ് ക്ഷാമം തീർക്കാൻ സ്ഥിരം പരിഹാരം വേണമെന്നും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ടു. കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ നീങ്ങിയെന്നും 120 കോടി രൂപ നിക്ഷേപകർക്ക് തിരിച്ചു കൊടുത്തെന്നും സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. 2 കോടി രൂപയുടെ പുതിയ നിക്ഷേപവും ബാങ്കിൽ വന്നുവെന്നും മന്ത്രി പറഞ്ഞു. സാമൂഹിക പ്രതിബദ്ധതയോടെയാണ് സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും 30 രാജ്യങ്ങളിലെ മന്ത്രിമാർ പങ്കെടുത്ത ഏഷ്യ പസഫിക് സഹകരണ മന്ത്രിമാരുടെ ഉച്ചകോടിയിൽ ക്ഷണം ലഭിച്ച ഏക സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി വ്യക്തമാക്കി. സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന 12 ടൺ മൂല്യവർദ്ധിത കാർഷികോൽപ്പന്നങ്ങളുടെ ആദ്യ കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിലെ ഉൽപ്പന്നങ്ങളാണെന്ന് മന്ത്രി പറഞ്ഞു. ഇങ്ങനെ ലാഭം മാത്രം ലക്ഷ്യമിട്ടല്ല സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. നിലവിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് ആഭ്യന്തര വിപണിയിൽ നല്ല മാർക്കറ്റുണ്ട്. 420 ഉൽപ്പന്നങ്ങൾ കേരളത്തിലെ സഹകരണ സംഘങ്ങൾ വിപണിയിൽ ഇറക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ വിപണി സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് കയറ്റുമതി. ഗുണനിലവാരമുള്ള മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങൾ സംസ്കരിച്ച് കയറ്റുമതിക്കായി തയ്യാറാക്കുന്നതിന് 30 സഹകരണ സ്ഥാപനങ്ങളെയാണ് സർക്കാർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാൻ മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങൾ നൽകാൻ പുതിയതായി 100ഓളം സഹകരണ സംഘങ്ങൾ കൂടി രംഗത്തു വന്നതായി മന്ത്രി വ്യക്തമാക്കി. കലാപം രൂക്ഷമായ കെനിയയിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി വിദേശകാര്യ മന്ത്രാലയം. നിലവിലുള്ള സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കെനിയയിലെ എല്ലാ ഇന്ത്യക്കാരും അതീവ ജാഗ്രത പാലിക്കാനും പ്രക്ഷോഭബാധിത പ്രദേശങ്ങളിലേക്കുള്ള അനിവാര്യമല്ലാത്ത യാത്ര ഒഴിവാക്കാനുമാണ് നിർദ്ദേശം. നികുതി വർധനയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭം നടക്കുന്ന കെനിയയിൽ ജനക്കൂട്ടം പാർലമെന്റിന് തീയിട്ടു. കൂറ്റൻ പാർലമെന്റ് മന്ദിരത്തിന്റെ ഒരു ഭാഗം കത്തിനശിച്ചു. 10ഓളം പേർ പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. ആയിരക്കണക്കിന് ജനങ്ങളാണ് പാർലമെന്റിലേക്ക് ഇരച്ചെത്തിയത്. ഇതോടെ ജനപ്രതിനിധികൾ ഓടി രക്ഷപ്പെട്ടു. സംഘർഷം മറ്റു നഗരങ്ങളിലേക്കും വ്യാപിച്ചു. പോലീസ് വെടിവയ്പിൽ മരിച്ചവരുടെ കൃത്യമായ എണ്ണം എത്രയെന്ന് വ്യക്തമല്ല. പ്രക്ഷോഭം പടരുന്നതിനിടെ കൊള്ളയും വ്യാപകമായി. കടകളിൽ നിന്ന് ആൾക്കൂട്ടം സാധനങ്ങൾ എടുത്തുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ദേശീയ സുരക്ഷയ്ക്കെതിരായ ഭീഷണികളോട് എങ്ങനെ പ്രതികരിക്കണമെന്നതിൽ നിർണായക വഴിത്തിരിവുണ്ടായിരിക്കുന്നുവെന്ന് പ്രസിഡന്റ് വില്യം റൂട്ടോ പറഞ്ഞു. ഇപ്പോഴത്തെ പ്രക്ഷോഭം രാജ്യദ്രോഹമാണെന്നും എന്തു വില കൊടുത്തും അശാന്തി ഇല്ലാതാക്കുമെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കി. പോലീസിനൊപ്പം സൈന്യത്തെ വിന്യസിച്ചതായി കെനിയയുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞു.
പുതിയ നികുതി ചുമത്താൻ ലക്ഷ്യമിട്ടുള്ള ധനകാര്യ ബില്ലിനെതിരെയാണ് പ്രതിഷേധം. റൂട്ടോയുടെ സാമ്പത്തിക സമാശ്വാസ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് വോട്ട് ചെയ്ത ജനങ്ങൾ തന്നെയാണ് ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. പ്രതിഷേധക്കാർ പോലീസിനെ മറികടന്ന് പാർലമെന്റിന് അകത്തുകടന്നതിനാൽ തുരങ്കത്തിലൂടെ ഓടി രക്ഷപ്പെടുന്നതിന് മുൻപ് നിയമനിർമ്മാതാക്കൾ ബിൽ പാസാക്കുകയായിരുന്നു. സംഭവസ്ഥലത്ത് പരിക്കേറ്റവർക്ക് വൈദ്യസഹായം നൽകുന്നതിനിടെ 5 പേർ വെടിയേറ്റ് മരിച്ചതായി കെനിയൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. 13 പേർക്ക് വെടിയേറ്റെന്നാണ് റിപ്പോർട്ട്. കെനിയ നാഷണൽ ആശുപത്രിയിൽ 45 പേരാണ് ചികിത്സ തേടിയത്. ലോകത്തിലെ ഏറ്റവും പ്രധാന കത്തോലിക്ക പുരസ്കാരമായ CMA അവാർഡുകൾ കരസ്ഥമാക്കി കെയ്റോസ് ഗ്ലോബൽ. ഇക്കഴിഞ്ഞ ജൂൺ 21 ജോർജിയയിലെ അറ്റ്ലാന്റിൽ വെച്ച് നടന്ന കാത്തലിക് മീഡിയ കോൺഫറൻസിലാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. പ്രയർ ആൻഡ് സ്പിരിച്വാലിറ്റി മാഗസിൻ വിഭാഗത്തിൽ ബെസ്റ്റ് ഫീച്ചർ ആർട്ടിക്കിളിനുള്ള അവാർഡ് കെയ്റോസ് ഗ്ലോബലിലെ ഫീച്ചറുകൾക്ക് ലഭിച്ചു. ഇതുകൂടാതെ ബെസ്റ്റ് ലേഔട്ട് ഓഫ് ആൻ ആർട്ടിക്കിൾ അവാർഡും കെയ്റോസ് ഗ്ലോബലിന് ലഭിച്ചു. കെയ്റോസ് ഗ്ലോബലിലെ വിവിധ ആർട്ടിക്കിളുകളുടെ ലേഔട്ടുകളാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചത്. ഈ വിഭാഗത്തിൽ 3ാം സ്ഥാനമാണ് കെയ്റോസ് ഗ്ലോബലിന് ലഭിച്ചത്. ബെസ്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് മാരേജ് വിഭാഗത്തിലും കെയ്റോസ് ഗ്ലോബലിലെ ലേഖനങ്ങൾ ഇടം നേടി. ഈ വിഭാഗത്തിലും 3ാം സ്ഥാനമാണ് കെയ്റോസ് ഗ്ലോബലിലെ ലേഖനങ്ങൾക്ക് ലഭിച്ചത്. മാഗസിനിലെ കൾച്ചർ ഓഫ് ലൈഫ്, എൻഗേജ്, ഫെമിലിയ തുടങ്ങിയ തലക്കെട്ടുകളിൽ വരുന്ന ലേഖനങ്ങൾ പരിഗണിച്ചാണ് ഈ അവാർഡ് നൽകിയത്. ഇതോടൊപ്പം പ്രയർ ആൻഡ് സ്പിരിച്വാലിറ്റി മാഗസിൻ വിഭാഗത്തിൽ മാഗസിൻ ഓഫ് ദി ഇയർ പുരസ്കാരത്തിൽ കെയ്റോസ് ഗ്ലോബൽ പ്രത്യേക ജൂറി പരാമർശം നേടി. അതോടൊപ്പം മിഷൻ മാഗസിനുകളുടെ വിഭാഗത്തിലും മികച്ച ലേഖനത്തിനുള്ള അവാർഡ് നിർണയത്തിലും കെയ്റോസ് ഗ്ലോബൽ മാഗസിന് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു. കത്തോലിക്ക പ്രസാധകരുടെയും മാധ്യമപ്രവർത്തകരുടെയും നേതൃത്വത്തിലുള്ള അന്തർദേശീയ സംഘടനയാണ് കാത്തലിക് മീഡിയ അസോസിയേഷൻ. കത്തോലിക്ക മാധ്യമരംഗത്ത് അന്തർദേശീയ തലത്തിലുള്ള മികവിനാണ് CMA പുരസ്കാരങ്ങൾ നൽകി വരുന്നത്. 2022 മുതൽ കെയ്റോസ് മീഡിയയുടെ ഇംഗ്ലീഷ് മാഗസിനായ കെയ്റോസ് ഗ്ലോബൽ CMAയിൽ അംഗമാണ്. 2023 കെയ്റോസ് ഗ്ലോബൽ CMA പുരസ്കാരങ്ങൾ നേടിയിരുന്നു. ജീസസ് യൂത്തിൻ്റെ മാധ്യമമുഖമായ കെയ്റോസ് മീഡിയ കഴിഞ്ഞ 28 വർഷമായി കത്തോലിക്ക മാധ്യമരംഗത്ത് നിറസാന്നിധ്യമായി പ്രവർത്തിക്കുന്നു. കെയ്റോസ് മീഡിയയിൽ നിന്ന് കെയ്റോസ് ഗ്ലോബൽ കൂടാതെ കെയ്റോസ് മലയാളം, കെയ്റോസ് ബഡ്സ് എന്നീ മാഗസിനുകൾ കൂടി പ്രസിദ്ധീകരിച്ചു വരുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായി ഇടിമിന്നലോടെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഗുജറാത്തിന് മുകളിലായി ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായി ഇടിമിന്നലോടെയും ശക്തമായ കാറ്റോടെയുമുള്ള മഴയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത്. ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തീരങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 27-ാം തീയതി ഉച്ചയ്ക്ക് 2:30 വരെ 2.9 മുതൽ 3.4 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചത്. കേരള തീരത്തും തമിഴ്നാട് തീരത്തും 27-ന് രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചു. സ്പോർട്സ്. ഇനി 2020 ലോകകപ്പ് വിശേഷങ്ങളിലേക്ക്. ICC 2020 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ നാളെ. ഇന്ത്യൻ സമയം രാവിലെ 6-ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ ശക്തരായ ദക്ഷിണാഫ്രിക്ക അട്ടിമറി വീരന്മാരായ അഫ്ഗാനിസ്ഥാനെ നേരിടും. രാത്രി 8-ന് നടക്കുന്ന 2ാം സെമിയിൽ ഒരു മത്സരം പോലും തോൽക്കാതെ എത്തിയ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ നേരിടും.
സെന്റ് വിൻസെന്റിൽ നടന്ന സൂപ്പർ 8-ലെ അവസാന മത്സരത്തിൽ ബംഗ്ലാദേശിന്റെ പോരാട്ടത്തെ മറികടന്ന് അഫ്ഗാനിസ്ഥാൻ അവസാന 4-ൽ ഇടം നേടി. ആദ്യ ഇന്നിംഗ്സിൽ 115-5 എന്ന സ്കോറിന് ശേഷം മഴ മൂലം മാറ്റിവെച്ച കളിയിൽ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിനെതിരെ 8 റൺസിന്റെ വിജയം കരസ്ഥമാക്കി. രണ്ടാം സെമി ഫൈനൽ നാളെ ഗയാനയിൽ നടക്കും. തോൽവി അറിയാത്ത ഇന്ത്യ നിലവിലെ 2020 ലോകകപ്പ് ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടുമായി മത്സരിക്കും. തിങ്കളാഴ്ച ഓസ്ട്രേലിയക്കെതിരായ മികച്ച വിജയത്തോടെ ഇന്ത്യ സെമിയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പാക്കി. ദക്ഷിണാഫ്രിക്കയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ആദ്യ സെമി ഫൈനൽ ഇന്ത്യൻ സമയം രാവിലെ 6-ന് തറൌബയിലെ ബ്രയാൻ ലാറ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാം സെമി ഫൈനൽ രാത്രി 8-ന് ഗയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിൽ നടക്കും. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി.